അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ച് വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനെ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായി നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മീയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇവരെ തീർക്കും. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് അടിച്ചോളാം. ഞങ്ങളെ അലിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞങ്ങള് തമ്മിൽ തീർത്തോളാം. പിന്നല്ല എനിക്കേ ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുണ്ട് മനുഷ്യ സ്നേഹം. അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പില. ഞാൻ എല്ലാരോടും പറയും ഈ കുളിമുറി ടൈലിടരുതേ ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈലിടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീണ് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. ആ പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയായാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, ചേട്ടാ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. ഓ മാലതിയിലൊന്ന് കണ്ടിട്ട് പോകാം. ശരി. ഓക്കെ, 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മാലതി, എടി പോത്തേ. ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരിഞ്ഞോടിച്ചെന്നാ തോന്നുന്നത്. 7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്മ. പോത്തെ, നിന്റെ എരുമക്കെട്ടിയനോട് പറഞ്ഞേരി. കാണാം. അപ്പോ ശരി, നാളെയും വരുമോ തിരുമാൻ? ഫ്രണ്ടേ, എന്തോ വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. ഉറപ്പല്ലേ? ടി വി അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ? ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചതാ. പക്ഷെ ആ ജഡ്ജ് ആരുടെ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ, അതായിരുന്നു അതെ, അതായിരുന്നു സംഭവം. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സത്യഭാമ, കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ വിൽ മിസ് യു. മാധവേട്ടാ, കേസ് ചേച്ചന്റെ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്? പിന്നെ എതിർഭാഗോടാ മുരളി, മോളെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല. എന്ത് ചെയ്യാനാ, തീരെ സുഖമില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. പൈൽസ് തന്നെ. വെരി ഗുഡ്. വടാ, കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചേട്ടാ. കൊച്ചുനാള് മുതൽ കാണുന്ന കൊച്ചാ. അതിനടിച്ച കേറ്റിക്കുളം ഞാൻ. ആ വക്കീലിന്റെ ഒന്ന് കൊടുത്തേ, ഗുഡ് ന്യൂസ് ഉണ്ട്. ഹലോ, പറയൂ. എടോ, താൻ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യുന്നു? ചോദിച്ചു. അത് ഞാൻ വിറ്റിട്ട് നിന്റെ അമ്മായിയമ്മേനെ ആദ്യം കെട്ടിക്കും. നിനക്ക് അമ്മമ്മ ഉണ്ടോ? അവരെയും പിടിച്ച് ഞാൻ കെട്ടിക്കും. കോടതി വളപ്പിലെങ്ങാനും നിന്നെ കണ്ട കേട്ടാ.
വിടില്ലേ ആ പറമ്പിൽ അവനെ കൊണ്ട് കാലുകൂട്ടിക്കില്ല. ആണോ വാതിൽ തുറക്ക്. വാ വാ വാ. ഉച്ച വയ്ക്കല്ലേ, ഇറങ്ങ സ്പീഡാക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആ നീ ഫോൺ എടുത്തതല്ലേ, എന്തായാലും ഒരു വീഡിയോ എടുത്തോ. നമ്മ വിജയിച്ച് കയറണല്ലേ, നമുക്ക് റീലിടാം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ഇത് അവന്മാര് പണി തന്നതാ ചേട്ടാ. ഇത് സൂപ്പർ ഫ്രെയിമാ കേട്ടോ, അങ്ങനെ നിന്നു. ഈ വയറിളക്കം വൈറലാവും ഉറപ്പാ. ഫ്രണ്ടേ എന്തോ ഇതൊരു ചുമടുണ്ടല്ലോ. കണ്ട് ഞാൻ, എല്ലാം കിട്ടിയിട്ടുണ്ട്. തീട്ടം കണ്ടിട്ട് നാട്ടുകാരുടെ എന്ന് തോന്നണില്ല, മൈനിൽ ഷൗട്ടിയ പോലെ പോയടാ. ചേട്ടാ ഇത് ഇച്ചിരി അക്രമമായി പോയി. ചേട്ടാ ഇത് നമ്മൾ തിരിച്ചടിക്കണം. പറ്റോ? ചേട്ടാ ഈ തെണ്ടിക്കൂടെ മാറിക്കണം അങ്ങോട്ട്. ശങ്കുണ്ണി ഇറങ്ങി വാടാ. നീ എവിടെ വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. അവന്റെ ഒരു നമ്പൂതിരി റൈസ് അത് തന്നെ. എന്നാണ് നീ നമ്പൂരിയായത്? നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തൂടാ. കുറച്ചുകൂടെ പറ, കുറച്ചുകൂടെ അങ്ങ് പറ. ഇയാളാണല്ലേ ഉണ്ണിയച്ഛനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. മതിയായില്ലേ? ഫ്രണ്ടേ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലടാ. ശരിയാണല്ലോ, ആരും കേട്ട് കാണത്തില്ല. ചേട്ടാ എനിക്ക് തോന്നിയമാരല്ല ഹിന്ദിക്കാരാന്ന്. സുഗമ ഹിന്ദി പാസ്സായ എന്നോടാ. കുറച്ചുകൂടെ പറ. നമ്പൂതിരി സാലേ. ചേട്ടാ ചേട്ടന്റെ ഹിന്ദി വർക്കായി. ബാപ്കോ मैंने പഴംപുരി बनाऊंगा. എന്താ പ്രശ്നം? ഇവനുണ്ടല്ല, ഇവൻ നമ്പൂതിരി ഒന്നുമല്ല, കച്ചവടത്തിന് വേണ്ടി നമ്പൂതിരിയല്ല എന്തുമാകും അവൻ. എന്ത് നമ്പൂരി? അത് കമ്പനിയുടെ പേരല്ലേ?